ചെമ്പഴന്തിക്കാരെ വിളിക്കും. എങ്ങനെ വിളിക്കണമെന്നറിയോ? നമ്മളെ പേരും നമ്മുടെ ബാപ്പാടെ പേരും ചേർത്ത് വിളിക്കും. ലോകം മുഴുവനും ഉറ്റുനോക്കി പടപടാ നെഞ്ചോടുകൂടി നിൽക്കുമ്പോൾ അല്ലാഹു തആല നമ്മുടെ പേരും നമ്മുടെ ബാപ്പയുടെ പേരും ചേർത്ത് വിളിച്ചിട്ട് വരാൻ പറയും. വിളിച്ചു നിർത്തുന്ന രംഗം അടുത്തോട്ടൊന്നും വരൂല. അറക്കാൻ മൃഗത്തിനെ കൊണ്ടുപോകുന്ന മാതിരി മലക്കുകൾ വലിച്ചു പിടിക്കും. വാടാ ഇവിടെ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് അവിടെ അങ്ങ് നിർത്തും. അല്ല പറയും ഇഖ്റ കിതാബക, ഒരു കിതാബ് കൈ തരും. എന്നിട്ട് അല്ല പറയും വായിക്കടാ നിന്റെ കിതാബ്. കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ, നിന്നെ ഇന്ന് വിചാരണ ചെയ്യാൻ എനിക്ക് ഈ കിതാബ് മതി, വായിക്കാൻ പറയും. എനിക്ക് ഒരു മലക്കിന്റെ സാക്ഷിത്വം വേണ്ട, വായിക്കാൻ പറയും. 7 അവയവങ്ങൾ സാക്ഷി മാറും. നമ്മുടെ 7 സാക്ഷികൾ കൂറുമാറി നമുക്കെതിരെ സാക്ഷി പറയും. പ്രിയപ്പെട്ടവരെ, ശരീരം നമ്മൾ കൊണ്ടുനടന്ന ശരീരം ഉണ്ടല്ലോ, ആദ്യമായി നമുക്കെതിരെ കൂറുമാറുന്നത് ആരെന്നറിയോ? നമ്മുടെ തൊടഭാഗം, കാലിന്റെ തൊടഭാഗം നമുക്കെതിരെ കൂറുമാറും. തിരിച്ചു പറയും റബ്ബിനോട് നമുക്കേറെ വിരുദ്ധമായി. പിന്നെ കൈ തുടങ്ങും, ഓരോ അവയവമായിട്ട് അങ്ങനെ തുടങ്ങും. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അവസാനം സ്വന്തമായി വായിച്ചു, നിലവിളിച്ചു, പൊട്ടിക്കരഞ്ഞു, എല്ലാം കഴിഞ്ഞു, വിചാരണ തുടങ്ങി. മൻ ഹൗസിബ അദ്ദിബ, ശ്രദ്ധിച്ചു, ആരെയെങ്കിലും അല്ല വിചാരണയ്ക്ക് പിടിക്കുമോ അവൻ ശിക്ഷിക്കപ്പെടും, നരകത്തിൽ ഉറപ്പാ. അല്ല വിചാരണയ്ക്ക് വേണ്ട ഹിസാബിടാൻ ആരെ പിടിച്ചു നിർത്തും അവൻ നരകത്തിൽ ഉറപ്പാ. ആയിഷ ബീവി തങ്ങൾ ചോദിച്ചു, അമ്മാമൻ ഊത്തിയ കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസിബു ഹിസാബൻ യസീറ എന്ന് ഖുർആൻ പറഞ്ഞതോ നബി എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അല്ല ആയിഷ, അത് അല്ലാഹു തആല ഒരു പ്രയോഗം നടത്തിയതാ. വിചാരണയ്ക്ക് വേണ്ടി ആരെ പിടിച്ചു നിർത്തിയാലും നരകത്തിലാണ്. അതുകൊണ്ട് വിചാരണ ഇല്ലാതെ രക്ഷപ്പെടാൻ വേണ്ടി കൊതിക്കുക. അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. മൻ ഹൗസിബ ഉദ്ദിബ, ആരെ പിടിച്ചു നിർത്തിയാലും തീർന്നു. എത്ര ചെറിയ ആളായാലും എത്ര വലിയ ആളായാലും കുറച്ചു നേരമായാലും കൂടുതൽ നേരമായാലും ഒക്കെ പ്രശ്നമാണ്. അത് കേവലം ഹിസാബ് യസീറ എന്നൊക്കെ ഒരു പ്രയോഗമാണ്. ആ പ്രയോഗം വെച്ചുകൊണ്ട് നമുക്ക് തേടാം യസീറാക്കി ഹിസാബ് നടത്തണം എന്നൊക്കെ പറയാം. അത് പിടിച്ചെടുത്തിട്ട് നീ ശരി ഞാനൊന്നും വെളിവാക്കണില്ല പൊയ്ക്കോ, ഈ പറയുന്ന ഒരു പ്രവണത, ഒരു കാട്ടിക്കൂട്ടൽ, ഇതിനെ സംബന്ധിച്ചാണ് ആ ഹിസാബ് പറഞ്ഞത്. അതവരൊക്കെ രക്ഷപ്പെട്ടു. ഹിസാബ് യസീറ എന്ന് പറഞ്ഞത് അതൊരു പ്രയോഗം, അതവരെ കൊണ്ടുപോയി. അല്ലാതെ പിടിച്ചു നിർത്തിയിട്ട് ഒരു ദിവസത്തിന്റെ കണക്കെങ്കിലും ഒരു മണിക്കൂറിന്റെ കണക്കെങ്കിലും വിവരിക്കപ്പെടേണ്ടി വരുമെങ്കിൽ അല്ലാഹുവാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, തീർന്നു നമ്മുടെ കഥ. യൗമ യുഖദു ബിന്നവാസി വല്ലഖദാം, അതാണ് ആ ഖുർആനിന്റെ പ്രഖ്യാപനം. ഓതുമ്പോ ശ്രദ്ധിച്ചോ, പിടിച്ചു വെച്ചിട്ട് കാല് പിടിച്ച് മടക്കി നട്ടെല്ലൊക്കെ വളച്ച് പൊട്ടിച്ച് നേരെ കൊണ്ടുവന്ന് കാല് മൂർധാവിലേക്ക് കൊണ്ടുവന്ന് പിടിച്ചൊരു കെട്ടുകെട്ടും, വലിച്ചടയ്ക്കും, കൊണ്ടുപോയി നരകത്തിലേക്ക് വലിച്ചെറിയും. ലമ്മാ ഖറഅതു കിതാബി ലാ യുഗാദിറുനി ഹർഫൻ വമാ കാന ഫീ സിദ്ദി വയഅല, പോലും വിടാതെ ഞാൻ വായിക്കേണ്ടി വന്നു. എല്ലാം വായിച്ചു കഴിഞ്ഞു. ഒരു രഹസ്യങ്ങളും അവിടെ മൂടപ്പെട്ടില്ല, ഒരു പരസ്യങ്ങളും അവിടെ മൂടപ്പെട്ടില്ല. എല്ലാം വായിച്ചു കഴിഞ്ഞപ്പോ അല്ല മലക്കുകളോട് പറഞ്ഞത് എന്താണെന്നറിയോ? നരകത്തിൽ കിടന്നവന്റെ വെളിയാളത്തെ സംബന്ധിച്ച് കവി പഠിപ്പിക്കുന്നു. ഞാനങ്ങനെ മുഴുവനും വായിച്ച് തകർന്ന് തരിപ്പണമായി വീണപ്പോ, എന്റെ കാല് പിടിച്ച് മൂർധാവിലേക്ക് കെട്ടിക്കഴിഞ്ഞപ്പോ എന്താണല്ല മലക്കുകളോട് പറഞ്ഞതെന്നറിയോ? ഖാലൽ ജലീലു ഖുദൂഹു യാ മലായിക മുർറൂ ബിഅബ്ദിലൻ നീറാനി അത്സാന. ഉടനെ ഖാലൽ ജലീൽ, അല്ലാഹു തആല മലക്കുകളോട് വിളിച്ചു പറഞ്ഞു, ഖുദൂ, ഈ താഴെ കിടക്കുന്നവനെ പിടിച്ചു വലിക്കൂ. യാ മലായിക, എന്റെ മലക്കുകളെ, ഇവനെ നിങ്ങൾ വലിച്ചു പിടിക്കൂ. എന്നിട്ട് മുർറൂ ബിഅബ്ദിലൻ നീറാനി അത്സാന, ഇതേ ദാഹത്തോടു കൂടി തന്നെ, ഇതേ വിശപ്പോടു കൂടി തന്നെ, ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ, ഒരു പിടി ഭക്ഷണം കൊടുക്കാതെ, ഇതേപോലെ തന്നെ കൊണ്ടുപോയി നരകത്തിലേക്ക് വലിച്ചെറിയോ മലക്കുകളെ എന്നല്ലാഹു തആല വിളിച്ചു പറയുമെന്ന് പഠിപ്പിക്കുമ്പോ, ചുരുക്കട്ടെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മനസ്സുകളെ നന്നാക്കുക. നല്ല മനസ്സുകൾക്ക് നാളെ രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് ഈ മസ്റയിൽ നിന്ന് നിർഭയത്വത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി മനസ്സുകളെ നന്നാക്കിക്കൊണ്ട് അല്ലാഹുവിന് വേണ്ടി സ്വതക്ക ചെയ്തുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുക. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അല്ലാഹു
ഈ വിഷയം പറയുകയും കേൾക്കുകയും ചെയ്തതിന്റെ ഫലമായി വിചാരണയില്ലാതെ നിർഭയത്വത്തോടെ സ്വർഗത്തിലെത്താനുള്ള ഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദഹു. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا ونبينا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. أرحم الراحمين يا الله കരുണക്കടലായ അല്ലാഹ് സ്നേഹനിധിയായ അല്ലാഹ് പരമദയാലുവായ അല്ലാഹ് 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 അല്ലാഹ്. ഈ പരിശുദ്ധമായ വിളിയാളത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹ്, ഈ വിളി വിളിക്കുമ്പോ ഞങ്ങൾക്ക് എന്തോരെ സമാധാനമാണ് അല്ലാഹ്. എല്ലാം നഷ്ടപ്പെടുമ്പോ, എല്ലാ സമാധാനവും കെട്ടുപോകുമ്പോ, മനസ്സ് കലുഷിതമായി മാറുമ്പോ, കുടുംബം സങ്കീർണമായി മാറുമ്പോ, കുടുംബ സംഗമങ്ങൾ ചിന്ന ഭിന്നമായി ചിതറിത്തെറിക്കുമ്പോ, മനസ്സ് വിമ്മിഷ്ടപ്പെട്ട് ഉറങ്ങാൻ പോലും കഴിയാത്ത ദുരിതമായി മാറുമ്പോ അല്ലാഹ് എന്ന ഒരു വിളി വിളിക്കുമ്പോഴേക്ക് മനസ്സിന് സമാധാനം തരുന്ന അല്ലാഹ്, ഈ പാവികളെ കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, ഇജാബത്ത് തരണേ അല്ലാഹ്, ഉത്തരം തരണേ അല്ലാഹ്. ഈ മജ്ലിസിനെ പ്രതീക്ഷയർപ്പിച്ച ഒരാളെയും നീ നിരാശപ്പെടുത്തരുതേ അല്ലാഹ്. അർഹമർറാഹിമായ അല്ലാഹ്, ഇല്ല തമ്പുരാനേ ഇല്ല, നീ ഞങ്ങളെ വലിച്ചെറിയില്ല റബ്ബേ. പോടാ പിന്നെ വാടാ എന്ന് നീ ഞങ്ങളോട് പറയില്ല തമ്പുരാനെ. അർഹതയില്ലെന്ന് പറഞ്ഞ് ഞങ്ങളെ തള്ളില്ല റബ്ബേ. കാരണം അതിന് മാത്രം സ്നേഹം നിനക്ക് ഞങ്ങളോടുണ്ട് റബ്ബേ. നീ തരുന്ന സ്നേഹത്തിന് പകരം വെക്കാൻ ഞങ്ങളെ പ്രസവിച്ച ഉമ്മമാരുടെ സ്നേഹം പറ്റില്ല റബ്ബേ. കാരണം ഞങ്ങളെ ഉമ്മമാരോട് നിന്നോട് ഇതുവരെ ചെയ്ത പാപത്തിന്റെ 100-ൽ 1 ഭാഗമെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ എന്നേ ഞങ്ങളെ ഉമ്മമാര് ഞങ്ങളെ വലിച്ചെറിയുമായിരുന്നു, എന്നേ ഞങ്ങളെ മക്കളല്ലാതവരെ മുദ്രകുത്തുമായിരുന്നു. പക്ഷേ ഇന്നുവരെ രാവും പകലും നീ തന്നത് മുഴുവനും തിന്ന് കുടിച്ച് രസിച്ച് സുഖിച്ചിട്ട് പോലും നിന്നോട് കിരാതമായ അതിക്രമങ്ങൾ ഞങ്ങൾ ചെയ്തു കൂട്ടി അല്ലാഹ്. അതിന്റെ പേരിൽ ഇന്നുവരെ ഒരു രോമത്തിന് നീ കേട് തന്നിട്ടില്ല അല്ലാഹ്. ഈ സ്നേഹത്തിന് പകരം വെക്കാൻ ഞങ്ങൾക്ക് വേണ്ടി മെഴുകുതിരി പോലെ ഒരുകിത്തീർന്ന ഞങ്ങളെ പിതാക്കന്മാരെ പറ്റില്ല അല്ലാഹ്. കാരണം നിന്നോട് ഞങ്ങൾ ചെയ്ത അപരാധത്തിന്റെ ലക്ഷ്യത്തിൽ ഒന്നെങ്കിലും ഈ ബാപ്പമാരോട് ഞങ്ങൾ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ജന്മം നൽകിയ എന്റെ പിതാവീരിക്കുന്ന മജ്ലിസിൽ സാക്ഷി നിർത്തി തന്നെ ഞാൻ നിന്നോട് മനസ്സ് തുറക്കുന്നു അല്ലാഹ്. എന്നേ ഈ പിതാക്കൾ ഞങ്ങളെ വലിച്ചെറിയുമായിരുന്നു, എന്നേ ഞങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കുമായിരുന്നു, എന്നേ ഞങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ കട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ ഇന്നോളം നീ അത്തരത്തിൽ ഞങ്ങളോട് നിലപാടെടുത്തിട്ടില്ല. ഞങ്ങളെ രോമത്തിന്റെ കേട് തന്നിട്ടില്ല, താങ്ങാത്ത രോഗം ഞങ്ങൾക്ക് തന്നിട്ടില്ല അല്ലാഹ്. എന്തോരു സ്നേഹമാണ് റബ്ബേ, എന്തോരു കരുണയാണല്ലാഹ്. ഇത്രയേറെ കരുണ തരുന്ന അല്ലാഹുവാണ് നീ ഞങ്ങൾക്ക് തരുന്ന സ്നേഹത്തിന്റെ പകരം വെക്കാൻ ഞങ്ങളെ ഭാര്യമാരെ പറ്റില്ല റബ്ബേ. ഈ സഹോദരിമാരെ ഭർത്താക്കന്മാരെ പറ്റില്ല അല്ലാഹ്.
ഞങ്ങളെ മക്കള് പറ്റില്ല റബ്ബേ. അതിന് മാത്രം ഞങ്ങളെ സ്നേഹിക്കുന്ന അല്ലാഹ്, നീ ഞങ്ങൾക്ക് ഉത്തരം തന്നില്ലെങ്കിൽ പിന്നെ ആര് ഞങ്ങളെ സ്വീകരിക്കുമല്ല? ആര് ഈ കൈകൾക്ക് മറുപടി നൽകുമല്ല? ആര് ഈ ആമീനുകൾക്ക് ഉത്തരം നൽകുമല്ല? ആര് ഈ വിളികൾ കേൾക്കുമല്ല? ഇല്ല റബ്ബേ, ഇല്ല. നീ തടഞ്ഞാൽ ഞങ്ങൾക്ക് അഭയമില്ല, നീ തടഞ്ഞാൽ ഞങ്ങൾക്ക് ഉത്തരമില്ല, നീ തടഞ്ഞാൽ ഞങ്ങൾക്ക് അഭയം തരാൻ ആളില്ല, നീ തടഞ്ഞാൽ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സംരക്ഷിക്കാനും സഫലീകരിക്കാനും സാക്ഷാത്കരിച്ചു തരാനും ഒരു കുട്ടി പോലുമില്ല റബ്ബേ. അല്ലാഹ്, 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 അതിന് മാത്രം ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങളെ അനുഭവത്തിലൂടെ ആ സ്നേഹം ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന പരമദയാലുവായ അല്ലാഹ്, നീ തരുന്ന സ്നേഹത്തെ മുൻനിർത്തിക്കൊണ്ട് യാചിക്കുന്നു റബ്ബേ, ഉത്തരം തരണേ അല്ലാഹ്. പടച്ചവനേ, ഈ ഭൂമി മണ്ണിൽ ഒരുപാട് പേര് പിച്ചച്ചട്ടിയും എടുത്തുകൊണ്ട് മറ്റുള്ളവരുടെ പോക്കറ്റിലേക്ക് കൈ നീട്ടി യാചിക്കുമ്പോ വേണമെങ്കിൽ ഞങ്ങളെയും നിനക്ക് അത്തരത്തിൽ തട്ടാമായിരുന്നു. പക്ഷേ ഇന്നോണം ആ ഗതികേട് ഞങ്ങൾക്ക് നീ തന്നിട്ടില്ല. ആ സ്നേഹം ഞങ്ങൾ തിരിച്ചറിയുന്നു റബ്ബേ. ഹോസ്പിറ്റലിലൂടെ കടന്നു പോകുമ്പോ പല ഭാഗത്ത് നിന്നും ഉസ്താദേ ഞാനൊന്ന് മരിച്ചു കിട്ടാനൊന്ന് ദുആ ചെയ്യണേ എന്ന് പോലും പറഞ്ഞ ഒരുപാട് നാവുകളും വല്ലാത്ത വേദനിക്കുന്ന ശരീരങ്ങളും കണ്ടപ്പോ ഇവന്റെ പോലും തൊണ്ടയിടറിപ്പോയെങ്കിൽ, ഇവന്റെ പോലും നെഞ്ച് പതറിപ്പോയെങ്കിൽ, ആ കണ്ണുപോലും നിറഞ്ഞു പോയെങ്കിൽ അത്തരത്തിൽ വേണമെങ്കിൽ ഞങ്ങളെയും നീ ജീവശവമാക്കാമായിരുന്നു, മരണം കൊതിക്കുന്ന വേദന കൊണ്ട് തകർക്കാമായിരുന്നു. പക്ഷേ ഇന്നോളം നീ ഞങ്ങൾക്ക് അത്തരത്തില് വേദന തന്നിട്ടില്ലേ അല്ലാഹ്, അത്തരത്തിൽ ഞങ്ങളെ ദുരിതപ്പെടുത്തിയിട്ടില്ലേ അല്ലാഹ്. അതിന് മാത്രം ഞങ്ങളെ സ്നേഹിക്കുന്നത് ഞങ്ങൾ തിരിച്ചറിയുന്നു റബ്ബേ. തിരിച്ച് നീ ഇന്നുവരെ ഞങ്ങളോടൊന്നും ചോദിച്ചില്ലല്ലോ റബ്ബേ, ഞങ്ങൾ കണ്ടറിഞ്ഞ് തന്നുമില്ലല്ലോ അല്ലാഹ്. ഇതെന്തോ ഒരു സ്നേഹമാണ് റബ്ബേ, ഇതെന്തോ ഒരു കരുണയാണല്ലാഹ്, ഇതെന്തൊരു ദയയാണ് റബ്ബേ. ഇതിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ അല്ലാഹ്, ഇതിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ റബ്ബേ. ഇത് അവസാനം വരെ ഞങ്ങൾക്ക് നിലനിർത്തി തരണേ അല്ലാഹ്. ജീവിതത്തിൽ ഞങ്ങൾക്ക് തന്ന ഈ സ്നേഹവും കരുണയും മരണത്തിന് ശേഷവും ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ആ കരുണയുടെ കാരണം കൊണ്ടാ ഞങ്ങളെ ഞങ്ങളുടെ ബർസഖിയായ ലോകത്തും ഞെരുക്കം തരല്ലേ അല്ലാഹ്. ആ കരുണയുടെ കാരണം കൊണ്ടാ മസ്റയുടെ എരിച്ചു പൊരിച്ച് നിർത്തൽ ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്. ആ കരുണയുടെ ബറക്കത്ത് കൊണ്ടാ, ആ കരുണയുടെ കാരണം കൊണ്ടാ വെള്ളം കിട്ടാതെ വർഷങ്ങളോളം നിൽക്കേണ്ട ഗതികേട് തരല്ലേ അല്ലാഹ്. ആ കരുണയുടെ കാരണം കൊണ്ടാ ഞങ്ങൾക്ക് സ്വർഗം നസീബാക്കണേ അല്ലാഹ്. ഒരു കുട്ടിയെപ്പോലും നരകത്തിലേക്ക് വലിച്ചു തള്ളരുതേ അല്ലാഹ്. പടച്ചവനെ, ഇത് ഞങ്ങളുടെ കുടുംബ സംഗമമാണ് തമ്പുരാനെ, ഇത് ഞങ്ങളുടെ കുടുംബ ചർച്ചയാണ് റബ്ബേ. അത്തരത്തിലാണ് ഞങ്ങൾ ഇവിടെ സംഗമിച്ചതല്ലാഹ്. കുടുംബമായി ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ ഈ അനുഗ്രഹീത നിന്റെ പള്ളി ഞങ്ങളുടെ വീടായി പരിഗണിച്ചുകൊണ്ടോ ഞങ്ങൾ ഈ കുടുംബങ്ങൾ ഒന്നിക്കുമ്പോ ഞങ്ങളിൽ ഒരു കുട്ടിയെപ്പോലും നരകത്തിന് വിടരുതേ അല്ലാഹ്. എന്ത് അതിക്രമങ്ങളും മരുതായ്മകളും ചെയ്തവരാ